നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ 161ാം ജന്മദിനം. ഭാരതീയ ദളിത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പരിപാടികൾ. അനുസ്മരിച്ച് നേതാക്കൾ DCC വില്ലുവണ്ടിയും യാത്രയും സംഘടിപ്പിച്ചു. അമ്മ ഭരണസമിതി രാജിവെച്ചത് അർത്ഥവത്തായ തീരുമാനമെന്ന് ഷാജി എൻ കരുൺ. പ്രസ്താവന കമ്മിറ്റി റിപ്പോർട്ട് മേലുള്ള പ്രതികരണത്തിൽ മുകേഷ് സ്വമേധയാ മാറി നിൽക്കണമോ എന്ന് തീരുമാനിക്കണമെന്നും ഷാജി എൻ കരുൺ. ചക്കരക്കല്ലിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാമ്പ ഓവുചാലിലാണ് സാബിറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇയാൾ അപസ്മാര രോഗിയെന്ന് സംശയം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തകളിലേക്ക്. അവശജന വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കും ആത്മാഭിമാനത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ 161ാം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCCയിൽ അനുസ്മരണവും റാങ്ക് ജേതാക്കൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വർത്തമാന കാലഘട്ടത്തിലും ദളിത് സമൂഹം നിരവധിയായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കും. സ്വാതന്ത്ര്യം പ്രാപിച്ച് 77 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇപ്പോഴും സ്വാതന്ത്ര്യം ലഭിക്കാത്ത, അവസരങ്ങൾ ലഭിക്കാത്ത, സാമൂഹ്യ നീതി ലഭ്യമല്ലാത്ത ഒട്ടേറെ സംഭവങ്ങളാണ് രാജ്യമെമ്പാടും ഉണ്ടാകുന്നത്. ദളിതർക്കെതിരെയുള്ള നിരവധിയായ മർദ്ദനങ്ങൾ, ക്രൂരകൃത്യങ്ങൾ, അവഗണനകൾ സംഭവങ്ങളായി രാജ്യമെമ്പാടും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വില്ലുവണ്ടി യാത്ര ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കുട്ടിനേഴത്ത് വിജയൻ അധ്യക്ഷനായി. സുദീപ് ജെയിംസ്, അജിത് മാട്ടൂൽ, കാട്ടാമ്പള്ളി രാമചന്ദ്രൻ, സുരേഷ് ബാബു എളയാവൂർ, അഡ്വക്കേറ്റ് P ഇന്ദിര, T ജയകൃഷ്ണൻ, റഷീദ് കൗവായി, കൂക്കിരി രാജേഷ്, വസത് പള്ളിയാമൂല, കായക്കൂൽ രാഹുൽ, ബേബി രാജേഷ്, ബിന്ദു അഴീക്കോട്, സീമ CH തുടങ്ങിയവർ അനുസ്മരണത്തിന് നേതൃത്വം നൽകി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ കണ്ണൂർ തെക്കി ബസാറിലെ ഓഫീസിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അയ്യങ്കാളി ദിനാചരണം നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് PP രൺദീപ് അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോൺഗ്രസ് S ജില്ലാ കമ്മിറ്റിയുടെ സഹായധനം ജില്ലാ പ്രസിഡന്റ് PP രൺദീപിൽ നിന്നും മന്ത്രി സ്വീകരിച്ചു. KK ജയപ്രകാശ്, NCT ഗോപികൃഷ്ണൻ, അഷ്റഫ് പിലാത്തറ, റെനീഷ് മാത്യു, M ഉണ്ണികൃഷ്ണൻ, PK ഉമേഷ്, PK സൂരജ്, ബാബു മലപ്പട്ടം, ബാബു പിലാത്തറ തുടങ്ങിയവർ സംബന്ധിച്ചു. 2024-25 വർഷത്തെ കുടിയാൻമല വൈസ്മെൻ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് കുടിയാൻമല വൈസ്മെൻ ഹാളിൽ വെച്ച് നടന്നു. വെസ്റ്റ് ഇന്ത്യ റീജിയണൽ ഡയറക്ടർ വൈസ്മെൻ KM ഷാജി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റീജിയണൽ സെക്രട്ടറി വൈസ്മെൻ മധു പണിക്കർ പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ നടത്തി. വൈസ്മെൻ ജിമ്മി ആയിത്തമറ്റം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ വൈസ്മെൻ മലബാർ രമേശ് ക്ലബ്ബിൽ പുതുതായി അംഗത്വമെടുത്തവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈ വർഷം ക്ലബ്ബ് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് റീജിയണൽ ട്രഷറർ സിജു പനച്ചിക്കൽ പുതിയ പ്രസിഡന്റായി ഉത്തരവാദിത്തം ഏറ്റെടുത്തു. വൈസ്മെൻ ജോയി ജോണിന് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്ക് ക്ലബ്ബ് നൽകുന്ന വിദ്യാഭ്യാസ സഹായത്തിനുള്ള തുക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് ഭാരവാഹികളായ വൈസ്മെൻ ജോൺ പടിഞ്ഞാത്ത്, വൈസ്മെൻ സണ്ണി മനാടിയിൽ, സെബാസ്റ്റ്യൻ കുരിശുമൂട്ടിൽ, സിജോ കണ്ണെഴുത്ത്, ജോയി വണ്ടർകുന്നൽ, ജോസഫ് നെടുമ്പുറത്ത്, ഷിബു പനച്ചിക്കൽ, സുരേഷ് ഐക്കൽ, ജോർജ് കൊച്ചുകുട്ടിയാത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വൈസ്മെന്മാരായ ജോബിൻസ് കണ്ണേഴത്ത്, ബിനു അനന്തക്കാട്ട്, ജോസ് മുണ്ടാമ്പള്ളി, ജിതിൻ ജോൺ കണ്ണേഴത്ത്, ജാൻസമ്മ ജോയ്, മിനി സെബാസ്റ്റ്യൻ, സാലി മുണ്ടാമ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. ഭാരവാഹികൾ ജോയി ജോൺ കുറിച്ചിയൽ പ്രസിഡന്റ്, ജിജോ കണ്ണേഴത്ത് സെക്രട്ടറി, ജോസഫ് നെടുമ്പുറത്ത് ട്രഷറർ. ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് ഫെമി പവർ വനിതാ ഫിറ്റ്നസ് സെന്റർ ഉദ്ഘാടനം വളക്കയിൽ നടന്നു. സ്പീക്കർ N ഷംസീർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഇതിനൊക്കെ കുറച്ച് ദിവസം നിങ്ങൾ മറന്നു. അത് നിങ്ങളായാലും ഞാനായാലും ആരോഗ്യമുള്ളപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്റെ വേണ്ടുള്ളൂ, എനിക്ക് നിങ്ങളെ വേണ്ടുള്ളൂ. അത് അടിസ്ഥാനം ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന്റെയും ആവശ്യമാണ്. ഇത് നേതൃത്വം മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ. എല്ലാ കളിയും കളിക്കുന്ന ആരോഗ്യം വേണ്ടേ? അപ്പൊ ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ കാലക്രമേണ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വാങ്ങി പോകും. അപ്പൊ ഈ ആരോഗ്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ആലോചിക്കേണ്ടത്. ഒരു കാര്യം ഞാൻ പറയും. ഇപ്പം റോബർട്ട് ജോർജ് നിങ്ങൾക്ക് അറിയുന്ന ആളെ, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. എന്റെയൊക്കെ ജൂനിയറായി SFI ഉണ്ടായ വളരെ ജൂനിയറാണ്.
സ്ട്രോക്കാണ്. സ്ട്രോക്ക് വന്ന് വിമസ് കിടക്കുക. ഹൈപ്പർ ടെൻസീവ് സ്ട്രോക്ക് എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്ത് ഈ ഹൈപ്പർ ടെൻസീവ് സ്ട്രോക്ക്? ഹൈപ്പർ ടെൻസീവ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ BP വന്നു, BPയുടെ ഭാഗം അതിന്റെ സ്ട്രോക്ക്. ഇഗ്നോർ ചെയ്തു, അതിനാകെ അവഗണിച്ചെറിഞ്ഞു. മരുന്നും കുടിക്കൂല, പിന്നെ ഒരു പരിപാടി ഏറ്റെടുക്കും, അതിന്റെ മുമ്പിൽ അങ്ങ് നിൽക്കും. ആ പരിപാടി പൂർത്തിയാക്കും വരെ ഒന്നും നോക്കൂല. അപ്പൊ മൂപ്പർക്ക് BP ഉണ്ടെന്ന് മരുന്നെടുക്കില്ല, സ്ട്രോക്ക് വന്നു. പക്ഷേ ഡോക്ടേഴ്സ് ഇന്ന് കിട്ടിയ റിപ്പോർട്ട് ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. അത് ചെറുപ്പമായതുകൊണ്ടാണ്. ഇനി ഒരു ഇടവേളക്കുമ്പോൾ ഈ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ 161 ജന്മദിനം. ഭാരതീയ ദളിത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പരിപാടികൾ. അനുസ്മരിച്ച് നേതാക്കൾ DCC വില്ലുവണ്ടിയും യാത്രയും സംഘടിപ്പിച്ചു. അമ്മ ഭരണസമിതി രാജിവെച്ചത് അർത്ഥവത്തായ തീരുമാനമെന്ന് ഷാജി എൻ കരുൺ. പ്രസ്താവന കമ്മിറ്റി റിപ്പോർട്ട് മേലുള്ള പ്രതികരണത്തിൽ മുകേഷ് സ്വമേധയാ മാറി നിൽക്കണമോ എന്ന് തീരുമാനിക്കണമെന്നും ഷാജി എൻ കരുൺ. ചകരക്കല്ലിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാമ്പ ഓവുചാലിലാണ് സാബിറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇയാൾ അപസ്മാര രോഗിയെന്ന് സംശയം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകളിലേക്ക്. അമ്മ ഭരണസമിതി രാജിവെച്ചത് അർത്ഥവത്തായ തീരുമാനമെന്ന് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ. അമ്മയുടെ തീരുമാനം സ്വാഗതം ചെയ്യുന്നു. മോഹൻലാലിന്റെ തീരുമാനം നല്ല മനസ്സോടെ. നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരണമോ എന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകും. സർക്കാരിന്റെ നിർദ്ദേശത്തിനായി കാത്തുനിൽക്കുകയാണ്. സ്വയം മാറി നിൽക്കണമോ എന്ന് മുകേഷാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്കിപ്പം ഒരു നിർദ്ദേശം കിട്ടേണ്ടത് സർക്കാരിൽ നിന്നാണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരു തീരുമാനമെടുക്കും. പ്രത്യേകിച്ച് മുകേഷോട് വേണോ അത് വേറെ ഒരു വ്യക്തി വേണോ എന്നുള്ളത്. 10 അംഗങ്ങളുള്ള ഒരു സമിതിയാണ്. അത് ചിലരൊക്കെ നേരത്തെ തന്നെ റിസൈൻ ചെയ്യുകയും ചെയ്തു. അത് ഉദാഹരണമായിട്ട്
രാജീവ് ഈ പറഞ്ഞു പുള്ളിക്കാരന് തിരക്കാണ്. അതുപോലെ മഞ്ജു വാര്യർ അങ്ങനെ രണ്ടുപേരും ഒഴിവായി. അത് ഇപ്പോൾ ഏതാണ്ട് ഒരു 7-8 മാസമായി. രാജീവ് രവി അല്ലേ? രാജീവ് ഇപ്പോൾ ആദ്യമായി പറഞ്ഞില്ല. ഈ വാസ്തവത്തിൽ ഈ നയരൂപീകരണത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു കാര്യം നടീനടന്മാരുടെ ഇഷ്യൂസ് എങ്ങനെ ഞങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം രണ്ടാമതായിട്ട് രൂപീകരിക്കുമ്പം അവരുമായിട്ട് ബന്ധപ്പെടുന്നത് നമ്മൾ കാരണം അവർക്ക് ഉണ്ടെങ്കിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ WWCയിൽ ഞങ്ങളുടെ അംഗത്തിൽ പത്മപ്രിയ അത് ആ കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു പോളിസിയാണ്. ഇതൊരു ഒരർത്ഥത്തിൽ പോളിസി എന്ന് പറയുന്നത് ഇനിയൊരു 20 വർഷമെങ്കിലും പോളിസിയിലെ പ്ലാനിറ്റീസ് 20 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ അപ്പോൾ അതിനകത്തുള്ള വ്യക്തത നമുക്ക് കിട്ടും. അപ്പോൾ ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ 20 വർഷം അതൊരു ഗൈഡൻസ് ആണ്, അതൊരു ബൈബിളാണ്, ഫിലിമിൻ്റെ ബൈബിൾ. അതായത് ഫിലിം പോളിസി എന്ന് പറയുന്നത് ഫിലിം ബൈബിളും കൂടിയാണ്. ബൈബിളിനകത്തുള്ള കണ്ടന്റ് നമ്മളിപ്പം ബഹുമാനിക്കുന്ന പോലെ ഒരിപ്പിക്ക് ബഹുമാനിക്കുന്ന പോലെ മേലച്ചുവയിലെ ഗതാഗത കുരുക്കിന് പരിഹാരവുമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ട്രാഫിക് SI സുരേഷ് കുമാറാണ് മേലച്ചുവയിലെ അഴിയ കുരുക്കിന് പരിഹാരം കണ്ടെത്തിയത്. മേൽപ്പാല നിർമ്മാണത്തിനായി ഏറ്റെടുത്ത സ്ഥലം വീതി കൂട്ടി ടാർ ചെയ്താൽ ചൊവ്വ ജംഗ്ഷനിലെ വാഹനക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണാനാവും. എന്നാൽ ദേശീയപാത അതോറിറ്റി അധികൃതർ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം. മേയർ മുസ്ലിം മഠത്തിൽ സ്ഥലം സന്ദർശിച്ച് കളക്ടർക്ക് കത്ത് നൽകി. മേലെച്ചൊവ്വയിലെ അഴിയാക്കുരുക്കിന് പരിഹാരമാവുകയാണ് ട്രാഫിക് SI സുരേഷ് കുമാറിന്റെ കണ്ടെത്തൽ. നേരത്തെ മേലെച്ചൊവ്വയിൽ അണ്ടർപാസ് നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും കോർപ്പറേഷന്റെ കുടിവെള്ള പൈപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അണ്ടർപാസ് പ്രായോഗികമല്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനാൽ മേൽപ്പാലം പണിയാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഈ വിഷയത്തിലും ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതിനിടയിലാണ് ട്രാഫിക് SI സുരേഷ് കുമാർ നിർദ്ദിഷ്ട മേൽപ്പാലത്തിനായി ഏറ്റെടുത്ത സ്ഥലത്ത് വാഹനയാത്രയ്ക്കായി സൌകര്യമൊരുക്കിയാൽ മേലെച്ചൊവ്വയിലെ കുരുക്ക് അഴിക്കാമെന്ന് കണ്ടെത്തിയത്. കോർപ്പറേഷനെ വിവരമറിയിക്കുകയും ഈ വിഷയം നേരിൽ കണ്ട് മനസ്സിലാക്കാൻ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിലും ഡെപ്യൂട്ടി മേയർ P എന്നിവരെയും സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. SI സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുത പരിശോധിക്കുകയും കലക്ടർക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ദേശീയപാത അതോറിറ്റിയുടെ അനുമതി കിട്ടിയാൽ മാത്രമേ ഈ ഭാഗത്ത് വീതി കൂട്ടി ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈയൊരു അനുമതിക്കായാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം കാത്തുനിൽക്കുന്നത്. ഇതുവഴി വീതി കൂട്ടി ടാർ ചെയ്ത് കഴിഞ്ഞാൽ മേലെച്ചൊവ്വയിൽ ഒരു പരിധിവരെ ഗതാഗത കുരുക്ക് ഇല്ലാതെ വാഹനങ്ങൾക്ക് കടന്നുപോകാനാവും. ട്രാഫിക് SI സുരേഷ് കുമാറും സംഘവുമാണ് ഈയൊരു ഉദ്യമത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കളരിപ്പണിക്കർ ഗണക കണിശ സഭ ജില്ലാ സമ്മേളനം ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ജവഹർ ലൈബ്രറി ഹാളിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൽ അവർക്കെല്ലാം കൂടെ അംഗീകാരവും സാന്നിധ്യവും പദവിയൊക്കെ തന്നെ നേരിടുന്നതിന് വേണ്ടി സാമൂഹ്യ രംഗത്ത് വിപ്ലവത്തിന് കൊടുക്കിയ അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനത്തിൽ തന്നെയാണ് KGKSന്റെ ഈ ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. യാദൃച്ഛികമായിട്ടാണെങ്കിലും അത് ഏറ്റവും ഉചിതമാണ്. നമ്മുടെ സാമൂഹ്യ ജീവിതം ഒരു കാലത്ത് ഒരുപാട് മറവിൽ കൂടിയാണ് കേരളത്തിലും ഇപ്പോഴും ആയിരുന്നത്. ഒരുപാട് സാമൂഹ്യ ദുരാചാരങ്ങളുണ്ട്. ആ ദുരാചാരങ്ങൾക്ക് പൂർണ്ണമായും അറിവ് വരുത്തിയാൽ മാത്രമേ ഒരു സാമൂഹ്യ സമാധാനം കൈവരിക്കട്ടെ. ഇപ്പോൾ രാജ്യത്തെല്ലാം കാണുന്നത് ജാതിയുടെ, മതത്തിൻ്റെ, വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം പോലും നിശ്ചയിക്കപ്പെടുന്ന ഒരു രൗദ്രഭാവങ്ങൾ നിലനിൽക്കുന്ന വർത്തമാന കാലത്താണ് ജീവിക്കുന്നത്. സമ്മേളനത്തിൽ സഭാ ജില്ലാ പ്രസിഡന്റ് സുധീഷ് നാരായണൻ അധ്യക്ഷനായി. ദേശീയ പ്രസിഡന്റ് ഡോക്ടർ പാച്ചല്ലൂർ അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. PK ബാലൻ മാസ്റ്റർ, PV ബൈജു, ശ്രീലത തെരൂർ, MKP മാവിലായി, KC ശശീന്ദ്രൻ, സുരേഷ് കുരുക്കൾ, മിനി പേരാവൂർ, ദിയ തെരൂർ, നാരായണൻ ചെങ്ങളായി, രാജേഷ് കൊയ്യോട്, CK സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ ദിനേശൻ കാഞ്ഞിലേരി സ്വാഗതവും ജില്ലാ ട്രഷറർ രാജേഷ് കൊയ്യോട് നന്ദിയും പറഞ്ഞു. കളരി പണിക്കർ ഗണക കണിശ സഭ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് സീസൺ 13 രണ്ടാം ഘട്ടമായ ഉപജില്ലാതല മത്സരങ്ങൾക്ക് തുടക്കമായി. കണ്ണൂർ നോർത്ത് ഉപജില്ലാ മത്സരങ്ങൾ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇതൊരു അപൂർവമായ സംഗമമാണ്. നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഇതുപോലുള്ള പരിപാടികൾ വളരെ ഹ്രസ്വമായി അല്ലെങ്കിൽ പരിമിതമായ സന്ദർഭങ്ങളിൽ കാണപ്പെടുന്നു. ദേശാഭിമാനി ഈ പരിപാടി ആരംഭിച്ചതിനു ശേഷം ദേശാഭിമാനി അക്ഷരമുറ്റം പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ പതിനായിരങ്ങളല്ല ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എത്തുകയാണ്. കുട്ടികൾക്ക് ഒരു ആത്മവിശ്വാസം, രക്ഷാകർത്താക്കൾക്ക് പ്രതീക്ഷാനിർഭരമായ മക്കളുണ്ടാകും. ഇതെല്ലാം സംഘടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അക്ഷരമുറ്റം മാത്രമല്ല അക്ഷരങ്ങളും ആ അക്ഷരങ്ങളുടെ പ്രപഞ്ചത്തിലെ ലോകത്തേക്ക് പ്രിയപ്പെട്ട ഈ ബാലമനസ്സുകളെ ഉൾക്കൊള്ളുവാൻ ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് 2024 വർഷത്തെ ഒന്നാം ഘട്ടമായ സ്കൂൾ തല മത്സരങ്ങൾ പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടമായ ഉപജില്ലാതല മത്സരങ്ങൾക്കാണ് ഇന്ന് തുടക്കമായത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഉപജില്ലയിൽ നിന്നും ഓരോ വിഭാഗത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടുന്നവർ ഒക്ടോബർ 19 കണ്ണൂരിൽ വിളിച്ച് നടക്കുന്ന ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കും. കണ്ണൂർ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഉപജില്ലാതല മത്സരത്തിൽ LP, UP, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 320 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. സംസ്ഥാനതല മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടുന്നവർക്ക് യഥാക്രമം 1,50,000 രൂപയും സാക്ഷ്യപത്രവും സമ്മാനമായി ലഭിക്കും. ഇന്ന് നടന്ന സബ് ജില്ലാതല മത്സരങ്ങളോടൊപ്പം രക്ഷിതാക്കൾക്കും ക്വിസ് മത്സരങ്ങൾ നടത്തുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ കൂടിയായ CPIM കണ്ണൂർ ഏരിയ സെക്രട്ടറി KP സുധാകരൻ, കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA സംസ്ഥാന ജില്ലാ നേതാക്കളായ KC മഹേഷ്, K രഞ്ജിത്ത്, TK പ്രദീപൻ, K വേണു, ദേവേശൻ ചാത്തോത്ത്, M പ്രീന, PV സിന്ധു, KV സജിത, TC സുനിൽകുമാർ, ദേശാഭിമാനി കണ്ണൂർ യൂണിറ്റ് മാനേജർ സജീവ് കൃഷ്ണൻ, അക്ഷരമുറ്റം സബ് ജില്ലാ കൺവീനർ T അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. വിജയികളായ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേദിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. കോൺഫെഡറേഷൻ ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് എംപ്ലോയീസ് ജില്ലാ ജനറൽ ബോഡി യോഗം കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് UC അബ്ദുൾ സമദ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം എന്ന് എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാ സ്റ്റേജുകളിലും നമുക്ക് കിട്ടുന്ന ഒരു 5 മിനിറ്റ് ഭിന്നശേഷിക്കാരായ സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷൻ റിസർവേഷൻ അനുവദിക്കണമെന്നും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാവരുതെന്നും യോഗം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. സർക്കാർ ജീവനക്കാരെ പ്രൊമോഷൻ റിസർവേഷൻ എത്രയും പെട്ടെന്ന് കേരള സർക്കാർ നടപ്പിലാക്കണമെന്നും സൂപ്പർന്യൂമറിക്കാരായ ജീവനക്കാരെ അവരെ സ്ഥിരപ്പെടുത്തി അവർക്ക് മറ്റ് ജീവനക്കാരെ പോലെ അർഹമായ കാര്യങ്ങൾ സർക്കാർ ചെയ്യണമെന്നും ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യം സർക്കാർ എടുത്തു കളയണമെന്നും കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് E ദിനേശൻ അധ്യക്ഷത വഹിച്ചു. M പ്രദീപ് കുമാർ, ഷാജി പട്ടാനൂർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ SN കോളേജിൽ സൈബർ സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കണ്ണൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് രത്നകുമാർ TK പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് CP അധ്യക്ഷത വഹിച്ചു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറും നാഷണൽ സൈബർ സേഫ്റ്റി അസോസിയേറ്റ് മെമ്പറുമായ മിഥുൻ VPയും ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്ററും സൈബർ സെക്യൂരിറ്റി വിദഗ്ധനുമായ ആസാദ് ബാബുവും വിവിധ സെഷനുകളിലായി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. മൈക്രോബയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ രമേഷ് CKV പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് കണ്ണൂർ ACP രത്നകുമാർ TKക്ക് മിഥുൻ VP ഉപഹാരം കൈമാറി. FIUGP കോർഡിനേറ്റർ ശ്രീനിഷ് TV നന്ദി പറഞ്ഞു. ഇനി ഒരു ഇടവേളക്കുമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ 161ാം ജന്മദിനം. ഭാരതീയ ദളിത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പരിപാടികൾ. അനുസ്മരിച്ച് നേതാക്കൾ DCC വില്ലുവണ്ടിയും യാത്രയും സംഘടിപ്പിച്ചു. അമ്മ ഭരണസമിതി രാജിവെച്ചത് അർത്ഥവത്തായ തീരുമാനമെന്ന് ഷാജി N കരുൺ. പ്രസ്താവന കമ്മിറ്റി റിപ്പോർട്ട് മേലുള്ള പ്രതികരണത്തിൽ മുകേഷ് സ്വമേധയാ മാറി നിൽക്കണമോ എന്ന് തീരുമാനിക്കണമെന്നും ഷാജി N കരുൺ. ചക്കരക്കല്ലിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാമ്പ ഓവുചാലിലാണ് സാബിറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇയാൾ അപസ്മാര രോഗിയെന്ന് സംശയം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്.
വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകളിലേക്ക്. ചക്കരക്കലിനടുത്ത് മാമ്പ വയലിനരികെയുള്ള ഓവുചാലിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെട്ടിയാർത്ത് ഹൗസിൽ സാബിറാണ് മരിച്ചത്. ഇയാൾ അപസ്മാര രോഗിയാണെന്നാണ് സഹോദരി ഭർത്താവ് പറഞ്ഞത്. രാവിലെ വീട്ടിൽ നിന്നും കടയിലേക്ക് പോയതാണെന്നും അപസ്മാര രോഗിയാണ് സാബിർ എന്നും സഹോദരി ഭർത്താവ് അഷ്റഫ് പറഞ്ഞു. ഗുളിക കഴിക്കാണ്ടെങ്കിൽ ചില സമയത്ത് സംഭവിച്ചിട്ടുണ്ടാവുക. എൻ്റെ ഭാര്യൻ്റെ ബ്രദറാണ്. ഞാൻ ഷോപ്പിലെല്ലാം പോകുന്ന ചക്കരക്കല്ല് എന്തോ ആവശ്യത്തിന് പോയതാണ്. പിന്നെ ആരോ കണ്ടെന്നറിയില്ല. വയലിൽ മീൻ പിടിക്കാൻ പോയ കുട്ടികളാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ മൃതദേഹം കണ്ടത്. ചെട്ടിയാർത്ത് ഹൌസിൽ മുഹമ്മദ് അലിയുടെയും സൈനബിയുടെയും മകനാണ്. ചക്കരക്കൽ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി. KTDC എംപ്ലോയീസ് അസോസിയേഷൻ CITU 49 സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കണ്ണൂർ ജില്ലാ സമ്മേളനം KTDC ലൂംലാൻഡ് ഹോട്ടലിൽ നടന്നു. CITU കണ്ണൂർ ജില്ലാ സെക്രട്ടറി K. അശോകൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നിജിൽ നാരായണൻ P അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ KK സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കല്ലറ മധു, സംസ്ഥാന സെക്രട്ടറി നവീൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS പ്രസാദ് എന്നിവർ സംസാരിച്ചു. പുതിയ ജില്ലാ ഭാരവാഹികളായി നിജിൽ നാരായണൻ P പ്രസിഡന്റായും, ദേവദാസ് വൈസ് പ്രസിഡന്റായും, നിഷാദ് P സെക്രട്ടറിയായും, ശ്രീഷൻ K ജോയിന്റ് സെക്രട്ടറിയായും, ജസ്ന K ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. രവിചന്ദ്ര, ശരവണൻ, ബ്രിൻസി, ദേവദാസ്, വിജേഷ് എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. മുണ്ടേരി സെൻട്രൽ UPU സ്കൂൾ 1992 ബാച്ച് സ്നേഹസംഗമം പെയ്തൊഴിയാത്ത വഴിയിൽ എന്ന പേരിൽ സ്കൂളിൽ വെച്ച് നടന്നു. വാർഡ് മെമ്പർ VV മുംതാസ് ടീച്ചർ ഉദ്ഘാടനം. പണ്ട് നമ്മൾ 92 പഠിക്കുമ്പോൾ ഒന്നുമല്ല, എല്ലാവരും ഒരുപോലെ ഉള്ളവരാണ്. അപ്പം അങ്ങനെയുള്ളവർ ഒരുമിച്ച് ചേരുന്ന ഒരു സംഗമമാണ്. ഇത്തരം സംഗമങ്ങൾ നമ്മൾ കൂടുമ്പോൾ അതൊരിക്കലും വാട്സാപ്പിൽ ഒരു ഫോർവേഡ് മെസ്സേജ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വാട്സപ്പിൽ കോമഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജുകൾ കൊണ്ട് ഒതുങ്ങി പോകാതെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ തന്നെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെ നമ്മുടെ ഒപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് പല പ്രവർത്തികളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. എന്തായാലും എല്ലാവരും പല മേഖലകളിലും ടീച്ചേഴ്സ് ഉണ്ട്, മെമ്പർ ഉണ്ട്, അതുപോലെ തന്നെ പല മേഖലകളിലുള്ള
അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു കൂട്ടായ്മ ഒരുപാട് കാലം നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ എല്ലാവരും ഒരുമിച്ച് കാണാൻ കഴിയുന്നത് നിങ്ങൾ ഇന്ന് എന്നെ ഇവിടെ ക്ഷണിച്ചത് കൊണ്ടാണ്. അതിന് ഈ സംഘാടകർക്ക് സമിതിക്ക് ഒരുപാട് നന്ദിയും കൂടി രേഖപ്പെടുത്തുന്നു. ബാച്ച് ജോയിന്റ് കൺവീനർ KN അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. 32 വർഷത്തിന് ശേഷമാണ് ആദ്യമായി ഇങ്ങനെയൊരു കൂട്ടായ്മ രൂപീകരിക്കുന്നതെന്നും ജീവിത വഴിയിൽ പിരിഞ്ഞവർക്ക് പരസ്പരം അറിയാനും സൗഹൃദം പങ്കുവയ്ക്കുകയുമാണ് പരിപാടിയുടെ ഉദ്ദേശമെന്ന് ജോയിന്റ് കൺവീനർ അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. 1992 മുണ്ടേരി സെൻട്രൽ UP സ്കൂളിൽ 7ാം ക്ലാസ്സിലെ A, B, C, D എന്നീ ക്ലാസ്സുകളിൽ പഠിച്ചവരുടെ ഒരു സ്നേഹസംഗമമാണ് ഇവിടെ നടക്കുന്നത്. ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെയും വാട്സപ്പിൻ്റെയും കൂട്ടായ്മകൾ ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ അന്ന് പഠിച്ചവരുടെ സ്നേഹസംഗമമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പരസ്പരം അറിയിക്കാനും സൗഹൃദം പങ്കുവെക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് ഈ ബാച്ച് ഇങ്ങനൊരു ഗ്രൂപ്പ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ ഗ്രൂപ്പിൻ്റെ മുഖ്യ ഉദ്ദേശം എന്ന് പറയുന്നത് പരസ്പരം അറിയാനും സൗഹാർദ്ദം പങ്കുവെക്കാനും അന്ന് 32 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എന്തായിരുന്നു ആ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഈ മുണ്ടേരി സെൻട്രൽ UP സ്കൂളിൽ നമ്മൾ അന്ന് പഠിക്കുമ്പോൾ എന്തായിരുന്നു നമ്മുടെ കാഴ്ചപ്പാടുകൾ, ഇപ്പോൾ എന്തായിരുന്നു, ഇപ്പോൾ നമ്മൾ പല മേഖലകളിലും ഉന്നത നിലയിലെത്തിയിട്ടുണ്ട്. അതിന് പ്രചോദനം നൽകിയ അധ്യാപകർ, ഈ സ്കൂൾ, ഇതിനൊക്കെ നമ്മൾ കാണാനും കേൾക്കാനും വീണ്ടും ആ പഴയ വിദ്യാർത്ഥി ഈ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്നേഹസംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ വെച്ച് പൂർവ്വ അധ്യാപകരെ ആദരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ മെഹ്റൂഫ് മുറുക്കാണത്ത് സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ K. അരവിന്ദാക്ഷൻ, ഹെഡ് മിസ്റ്റർ സൗദാമിനി ടീച്ചർ, CH സബ്ന, പൂർവ്വ അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്നും കൈയൊഴിഞ്ഞ കണ്ണാടിപ്പറമ്പിലെ കല്യാണ ആലോചന യൂട്യൂബിൽ തരംഗമാവുന്നു. വർഷങ്ങളുടെ പ്രയത്നഫലമായി കണ്ണാടിപ്പറമ്പിലെ ഒരു കൂട്ടം യുവാക്കളുടെ സ്വപ്ന സാക്ഷാത്കാരത്തെയാണ് പല മേഖലകളിലും തഴയപ്പെട്ടത്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും തളരാതെ യൂട്യൂബിൽ സിനിമ റിലീസ് ചെയ്യാനുള്ള മനോധൈര്യത്തിനുള്ള കൈയടികളാണ് ഇപ്പോൾ ഇവർ ഏറ്റുവാങ്ങുന്നത്. 15 ദിവസം കൊണ്ട് 15 ലക്ഷത്തിൽ ഏറെ പേരാണ് യൂട്യൂബിൽ സിനിമ കണ്ടത്. വർഷങ്ങളുടെ പ്രയത്നഫലമായാണ് ഓരോ കുഞ്ഞു സിനിമകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത്. ഒരുപാട് പേരുടെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ഇത്തരം കുഞ്ഞു സിനിമകളിലൂടെ പുറം ലോകത്തെത്തുന്നത്. എന്നാൽ പലയിടങ്ങളിലും ഇത്തരക്കാർ തഴയപ്പെടുകയാണ്. ഇന്നും സ്റ്റാർ വാല്യൂ ഇല്ലെന്ന കാരണത്താലും കണ്ടന്റുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന കാരണത്താലും തഴഞ്ഞ പല സിനിമകളും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നും അവഗണനകൾ ഏറ്റുവാങ്ങിയ ഒരു കുഞ്ഞു സിനിമയാണ് കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന. കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന സിനിമയിൽ അഭിനയിച്ച നായകനും ഡയറക്ടറും ഒക്കെയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. സർ, ഈ കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന എന്നുള്ള ഈ സിനിമ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ OTT പ്ലാറ്റ്ഫോമിലേക്ക് കയറാനുള്ള ബുദ്ധിമുട്ടോ അതോ മറ്റേതെങ്കിലും ഇതിൻ്റെ പബ്ലിസിറ്റി വരുന്നതിന് എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ അതോ സപ്പോർട്ടോ കിട്ടിയിട്ടുണ്ടോ? OTTൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ട് നിരുത്സാഹമാണ് ഉണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ക്വാളിറ്റി തന്നെയാണ് പടം ചെയ്തത്. പക്ഷേ എന്നാലും പല OTTക്കാരും അത് കണ്ടിട്ട് ഞാൻ ഒരാൾക്ക് ട്രെയിലർ അയച്ചു കൊടുത്തു. ട്രെയിലർ മാത്രം കണ്ടിട്ട് നമ്മളെ പടത്തിനെ കുറ്റം പറഞ്ഞ OTTക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ അതിൻ്റെ കട്ടിങ് ശരിയല്ല, കളർ ഗ്രേഡിങ് ശരിയല്ല, മ്യൂസിക് ശരിയല്ല, പിന്നെ അഭിനയിക്കുന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ പടം കണ്ടില്ലല്ലോ, പക്ഷെ നമുക്കത് കണ്ടാൽ മതി, നമുക്കത് കണ്ടാൽ മനസ്സിലാവും. ആ ഒരു രീതിയിലായിരുന്നു അവർ നമ്മളെ അപ്രോച്ച് ചെയ്തത്. പിന്നെ മാത്രമല്ല നമ്മൾ പിന്നെ പടം അയച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു റെസ്പോൺസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ അയച്ചിട്ട് കാണാതെ തന്നെ റിജക്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലും ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് മാത്രമല്ല, ഇങ്ങനെ പുതുതായിട്ട് പടം ചെയ്യുന്ന പല ആൾക്കാർക്കും ഇങ്ങനെ അവഗണന ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാട്ടിൻപുറങ്ങളിൽ അന്നും ഇന്നും തുടർന്നു വരുന്ന കല്യാണ മുടക്കികളായ കുറച്ചുപേരുടെ ജീവിതങ്ങളിലൂടെ കയറിയിറങ്ങിയ സിനിമ പ്രേക്ഷകർക്ക് നല്ലൊരു മെസ്സേജും അവസാനം സമ്മാനിക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു മെസ്സേജ് എന്ന് പറയുന്നത് അവർ അത്രയും അവഗണനകൾ ഉണ്ടായിട്ടും അവരത് പതറാതെ മുന്നോട്ട് പോയി.
ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ. ജാതിമതത്തിന്റെ അതിർവരമ്പുകൾ ഭേദിക്കപ്പെട്ടതായും പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിരുന്നിട്ടും സ്റ്റാർ വാല്യൂ ഇല്ലെന്നും കളർ ഗ്രേഡിംഗ് ശരിയല്ലെന്നും പറഞ്ഞ് തഴയപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടത് കുറച്ചുപേരുടെ വർഷങ്ങളുടെ അധ്വാന ഫലമാണ്. ചെറിയ ബജറ്റിൽ ഒരുക്കിയ ചിത്രം തിയേറ്ററിൽ എത്തിക്കാൻ കടമ്പകൾ ഏറെയായിരുന്നു ഇവർക്ക്. OTT പ്ലാറ്റ്ഫോമുകളെ സമീപിച്ചിരുന്നുവെങ്കിലും മുഖം തിരിച്ച മറുപടികളായിരുന്നു ഇവർക്ക് ലഭിച്ചത്. പലരും സിനിമ കാണുക പോലും ചെയ്തില്ല. എല്ലാവരും സിനിമയൊന്ന് കണ്ടുനോക്കുക പോലും ചെയ്യാതെ തിരസ്കരിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെയാണ് സാധാരണക്കാരന്റെ മോഹം യൂട്യൂബിലൂടെ പൂവണിയുന്നത്. നമ്മൾ ഒരുപാട് OTT സമീപിച്ചെങ്കിലും അവരെല്ലാം റിജക്റ്റ് ചെയ്ത കാരണം നമ്മൾ അവസാനം യൂട്യൂബിൽ റിലീസ് ചെയ്യാന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ശരിക്കും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം ഇറങ്ങിയ പോലും ഇത്രയും അധികം ആൾക്കാർ കണ്ട് തീരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. നമ്മൾ പൊതുവേ നമ്മൾ ഈ പാഷൻ്റെ കൊടുത്ത് എടുത്ത പടമാണ്. ഇത് കൂടുതൽ ആൾക്കാർ കാണുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഇതിൽ ലാഭത്തിനേക്കാളും കൂടുതൽ ആൾക്കാർ കാണാം. അപ്പോൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ 15 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടു. അത് തന്നെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയാനുള്ളത്. പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് ആ സിനിമയെയും സ്വീകരിച്ചത്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് 15 ദിവസം കൊണ്ട് 15 ലക്ഷത്തിലേറെ പേർ കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന കണ്ടു തീർത്തത്. അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവർക്ക് പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ മാറ്റിവെക്കാനുണ്ടെങ്കിൽ കാണണം കണ്ണാടിപ്പറമ്പിലെ കല്യാണാലോചന. ഇത് ജനങ്ങൾ ഈ സിനിമ പൂർണ്ണമായും നെഞ്ചേറ്റം ചെയ്തിട്ട് പല ആളുകളും അവഗണിച്ചിട്ടും നമ്മുടെ കാണികൾ ഇത് നെഞ്ചേറ്റിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വളരെ സന്തോഷമുണ്ട്. ഇനിയും ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ഇത് കാണട്ടെ, ഷെയർ ചെയ്യട്ടെ. ഒട്ടനവധി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വീണ്ടും വീണ്ടും കാണട്ടെ എന്നൊരു അഭ്യർത്ഥന മാത്രം. വിലയിരുത്തണം എവിടെയാണ് സ്റ്റാർ വാല്യൂ ഇല്ലാതായി പോയതെന്ന്. നിങ്ങൾ തിരുത്തി എഴുതണം. ഇനിയും കടന്നുവരുന്ന കുറേയധികം നവാഗതരായ സംവിധാനങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രചോദനമാവും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 20 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 6715, പവന് 53,720 രൂപ, വെള്ളി 93 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ 161ാം ജന്മദിനം. ഭാരതീയ ദളിത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പരിപാടികൾ. അനുസ്മരിച്ച് നേതാക്കൾ DCC വില്ലുവണ്ടിയും യാത്രയും സംഘടിപ്പിച്ചു. അമ്മ ഭരണസമിതി രാജിവെച്ചത് അർത്ഥവത്തായ തീരുമാനമെന്ന് ഷാജി എൻ കരുൺ. പ്രസ്താവന കമ്മിറ്റി റിപ്പോർട്ട് മേലുള്ള പ്രതികരണത്തിൽ മുകേഷ് സ്വമേധയാ മാറി നിൽക്കണമോ എന്ന് തീരുമാനിക്കണമെന്നും ഷാജി എൻ കരുൺ. ചക്കരക്കല്ലിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാമ്പ ഓവുചാലിലാണ് സാബിറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇയാൾ അപസ്മാര രോഗിയെന്ന് സംശയം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.